എല്ലാവർക്കും നമസ്കാരം. MTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കാട്ടാനകളുടെ കാഴ്ച ഇത് മനോഹര കാഴ്ചയാണ്. എന്നാൽ 30ഓളം കൊമ്പന്മാർ ഒരു വീഡിയോയിൽ നമുക്ക് മുമ്പിൽ കാഴ്ചകളാകുന്നത് വല്ല ഉത്സവ സമയത്തെ കാഴ്ചകളിൽ മാത്രമാണ്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമുക്ക് മുമ്പിൽ വന്ന 30ഓളം കൊമ്പന്മാരുടെ ഇതും ഒറ്റയാന്മാരുടെ കാഴ്ചകളുമായി MTA വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുവാണ്. ഭീകരമായ ആ കാഴ്ചകൾ കണ്ടാസ്വദിക്കുക. അവിടെ നിർത്തില്ലെന്ന് പറഞ്ഞു. കാട് കയറുന്നവൻ്റെ സ്വപ്നമാണ് വന്യജീവി കാഴ്ചകൾ. ആ കാഴ്ചയിൽ ഏറ്റവും മനോഹരം കൊമ്പനാനകളുടെ കാഴ്ചകളാണ്. കഴിഞ്ഞ ഒരു വർഷമായി നമുക്ക് മുന്നിൽ കടന്നു വന്ന ചില കൊമ്പന്മാരുടെ കാഴ്ചകളാണ് ഇന്ന് നമുക്ക് മുമ്പിൽ കാഴ്ചകളായി എത്തുന്നത്. പശ്ചിമഘട്ട മലനിരകൾക്ക് ചുവട്ടിൽ മതിച്ചു മറിഞ്ഞു കഴിയുന്ന കൊമ്പന്മാർ. കാഴ്ചകൾ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. ഒപ്പം നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. വെസ്റ്റേൺ ഗാട്സിൻ്റെ വിരിമാറിൽ കൂടെ, ആ പച്ചപ്പിൽ കൂടെ ചങ്ങലകളില്ലാത്ത കൊമ്പന്മാരെ കാണുക എന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. അവ ഒറ്റയാന്മാർ കൂടിയാകുമ്പോൾ ഭാഗ്യത്തേക്കാൾ കൂടുതൽ അപകടവുമാവും. ഭീകരന്മാരായ കൊമ്പന്മാർ മുതൽ കുഞ്ഞൻ കൊമ്പന്മാർ വരെ കാഴ്ചകളാകുന്നു. 30ഓളം കൊമ്പന്മാർ നമുക്ക് മുന്നിൽ കടന്നു വരുന്നു. ഈ കാഴ്ചകൾ കാണുമ്പോൾ ഒന്നോർക്കുക, ഇത് കാട്ടുമൃഗങ്ങളാണ്. കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെയുള്ള കാടുകളിൽ നിന്നുള്ള 30ഓളം കൊമ്പന്മാരുടെ അല്ലെങ്കിൽ ഒറ്റയാന്മാരുടെ കാഴ്ചകളാണിത്. നമ്മൾ കടന്നു ചെല്ലുന്ന വനപ്രദേശങ്ങളിലുള്ള കൊമ്പന്മാർ എല്ലാം തന്നെ വ്യത്യസ്തരാണ്. കേരളത്തിലുള്ള ആനകൾ സൗന്ദര്യത്തിൽ മികവ് പുലർത്തുന്നവയാണ്. നടപ്പും ഭാവവും സൗന്ദര്യവും എല്ലാം കൊണ്ടും അവയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എന്നാൽ കർണാടക ആനകൾ അവയിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. കൊമ്പിൻ്റെ കാര്യത്തിൽ ഇവിടുത്തെ ആനകൾക്ക് നീളക്കൂടുതലാണ് എങ്കിലും കേരള ആനകളുടെ അത്രയും വലിപ്പവും ഇവയ്ക്ക് കാണുകയില്ല. എന്നാൽ തമിഴ്നാട്ടിൽ സ്ഥിരമായി കാണുന്ന ആനകൾ വയറുഭാഗം കൊണ്ട് കുറച്ച് വണ്ണം കൂടുതലുള്ളവയുമാവും. ഒരേ വനപ്രദേശത്ത് സ്ഥിരമായി കാണുന്ന ആനകളാണ് ഈ പ്രത്യേകതകളിൽ തരം തിരിച്ചു പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കേരള, തമിഴ്നാട്, കർണാടക അതിർത്തികളിൽ കാണുന്ന ആനകൾക്ക് സമ്മിശ്ര രൂപമാറ്റം കാണുവാനും സാധിക്കും.
കർണാടകത്തിൽ മാത്രം സ്ഥിരമായി കാണുന്ന ആനകൾക്ക്, പ്രത്യേകിച്ച് ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ കബനിയിൽ ചരിഞ്ഞുപോയ മിസ്റ്റർ കബനി എന്ന ആനയെപ്പോലുള്ള ആ ആനകൾക്ക് ആ പ്രദേശത്തെ ആനകളുടെ രൂപഭംഗിയാവും ഉണ്ടാവുക. പശ്ചിമഘട്ടത്തിലെ ആനകൾ പൊതുവെ നല്ല സമ്പന്നമായ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നവയാണ്. നല്ല ബലഭൂയിഷ്ഠമായ മണ്ണിൽ കിളിർക്കുന്ന സസ്യങ്ങൾ ഭക്ഷിച്ച് ജീവിക്കുന്ന ഇവയുടെ ശരീരത്തിൽ അത് പ്രകടമായി കാണുവാനും സാധിക്കും. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾക്കനുസരിച്ച് ചില മാറ്റങ്ങൾ അതാത് കാലത്ത് ഉണ്ടാകാറുമുണ്ട്. ആ മാറ്റങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ ആസ്വദിക്കുക. കാഴ്ചയിലുള്ള ആ വലിയ ജീവികൾ എന്നും നമുക്ക് വിസ്മയം തന്നെയാണ്. ഒരമ്മയ്ക്കുണ്ടാകുന്ന ഈ കൊമ്പനെ പ്രായപൂർത്തിയാകുമ്പോൾ തള്ളയാന കൂട്ടത്തിൽ നിന്ന് പിരിച്ചുവിടുകയും അടുത്ത ഇണയെ കണ്ടുപിടിക്കാൻ നടക്കുന്ന ഈ കാലത്തെയാണ് ഒറ്റയാൻ എന്ന അവസ്ഥയ്ക്ക് കാരണമെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നടക്കുന്ന ഈ കാലയളവിൽ ഇണയെ തേടി നടക്കുന്ന പല സ്ഥലങ്ങളിൽ നിന്നുള്ള കൊമ്പന്മാർ തമ്മിൽ ഒന്നിച്ചു നടക്കുന്ന കാഴ്ചയും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അങ്ങനെ നടക്കുന്ന ആ കാലങ്ങളിൽ നമുക്ക് മുന്നിലെത്തുന്ന ആ കൊമ്പന്മാരുടെ നയന മനോഹര കാഴ്ചകളാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത്. ഈ കാഴ്ചകൾ പല കാലാവസ്ഥയിലും പല സമയങ്ങളിലും നമുക്ക് മുന്നിൽ എത്തിപ്പോയവയാണ്. ആനകളെ നമുക്ക് ഇഷ്ടമാണ്, പ്രത്യേകിച്ചും കൊമ്പൻ ആനകളെ. അവയെ നമുക്ക് കാണാൻ സാധ്യതയുള്ളത് നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളിലും തടിമില്ലിലും കാഴ്ചബംഗ്ലാവിലുമൊക്കെയാണ്. എന്നാൽ ഇവയെല്ലാം കൊടുങ്കാട്ടിൽ നിന്നുള്ളവയാണ്. ഈ കൊമ്പന്മാരെല്ലാം പല അവസ്ഥയിലുള്ളവയാണ് എന്ന് നിങ്ങൾ പ്രത്യേകം തിരിച്ചറിയുക. ഇണകളെ തേടി നടക്കുന്നവയും അവയെ അന്വേഷിച്ചു വരുന്ന സമയങ്ങളിൽ കൂട്ടം കൂടിയെത്തിയ കൊമ്പന്മാരും ഇണയുടെ അടുത്തെത്തിയവയും മീറ്റിങ്ങിനായി നടക്കുന്നവയും ഇണയെ കിട്ടാതെ കലിപ്പിച്ച് നടക്കുന്നതും എല്ലാം നമുക്ക് മുമ്പിൽ കാഴ്ചകളാകുന്നുണ്ട്. നാളുകളോടും ഇണയെ കിട്ടാതെ വലഞ്ഞു നടക്കുന്ന കൊമ്പന്മാർ ആക്രമണകാരികളും ആകാറുണ്ട്. പല അവസ്ഥയിൽ നടക്കുന്നവയെ കൺകുളിർക്ക് കാണുക. ഉത്സവ സമയത്ത് ആടയാഭരണങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന കൊമ്പന്മാർക്ക് പകരം 30ഓളം കാട്ടുകൊമ്പന്മാരാണ് ഇന്ന് നമുക്ക് മുമ്പിൽ കാഴ്ചയാവുന്നത്. നമ്മുടെ വന്യജീവി കാഴ്ചകൾ എല്ലാ വെള്ളിയാഴ്ചയും 11:05 നമ്മുടെ യൂട്യൂബ് ചാനലിൽ എത്തുന്നതോടൊപ്പം എല്ലാ ദിവസവും 11:05 നമ്മുടെ യൂട്യൂബ് ഷോർട്ട് വീഡിയോകൾ നിങ്ങൾക്ക് മുമ്പിൽ ഇതേ സമയത്ത് തന്നെ കാഴ്ചകളായി എത്തുന്നുണ്ട്.
കാഴ്ചകൾ കാണുന്നതോടൊപ്പോൾ ഈ കാഴ്ചകൾ വീണ്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുവാൻ നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക. പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളുമായി വീണ്ടും എത്തുന്നതാണ്. മടങ്ങട്ടെ. ജൂബി കരിക്കാടൻ MTA.